ഇന്നത്തെ ടോപ്പിക്ക് പരിസ്ഥിതിയും പരിസ്ഥിതി പ്രശ്നങ്ങളുമാണ്. അതിൽ തന്നെ അന്താരാഷ്ട്ര സംഘടനകളാണ് ഇന്ന് നോക്കുന്നത്. ഒന്നാമത്തെ അന്താരാഷ്ട്ര സംഘടനയാണ് WWF, വേൾഡ് വൈഡ് ഫണ്ട് ഫോർ നേച്ചർ എന്നതാണ് പൂർണ്ണരൂപം. 1961 രൂപം കൊണ്ട ഈ സംഘടനയാണ് ലിവിങ് പ്ലാനറ്റ് റിപ്പോർട്ട് തയ്യാറാക്കുന്നത്. ആസ്ഥാനം സ്വിറ്റ്സർലൻഡിലെ ഗ്ലാൻസ്. WWFൻ്റെ ചിഹ്നം ഭീമൻ പാണ്ട. ലക്ഷ്യം ലോകത്തിലെ ജൈവ വൈവിധ്യം നിലനിർത്തുക, അനാവശ്യമായ ഉപയോഗം കുറച്ച് മലിനീകരണം തടയുക, പുനരുപയോഗിക്കാവുന്ന പ്രകൃതി വിഭവങ്ങളുടെ യുക്തിസഹമായ ഉപയോഗം ഉറപ്പുവരുത്തുക എന്നിവയിലൂടെ മനുഷ്യനും പ്രകൃതിയും ഇണങ്ങിച്ചേർന്നുള്ളൊരു ഭാവി കെട്ടിപ്പടുക്കുക എന്നതാണ് UNDPയുടെ ലക്ഷ്യം. അടുത്ത സംഘടനയാണ് IUCN. 1948 രൂപം നൽകി. ഇന്റർനാഷണൽ യൂണിയൻ ഫോർ ദി കൺസർവേഷൻ ഓഫ് നേച്ചർ ആൻഡ് റിസോഴ്സസ് എന്നതാണ് പൂർണ്ണരൂപം. വംശനാശ ഭീഷണി നേരിടുന്ന ജീവികളുടെ റെഡ് ലിസ്റ്റ് പുറത്തിറക്കുന്നത് IUCN ആണ്. സ്വിറ്റ്സർലൻഡിലെ ഗ്ലാൻസ് ആണ് ആസ്ഥാനം. നിലവിലെ IUCNൻ്റെ ഡയറക്ടർ ജനറൽ ഗ്രീതൽ അംഗൂലിയർ. IUCNൻ്റെ പകരം വയ്ക്കാനാവാത്ത ജൈവവൈവിധ്യ പട്ടികയിൽ ഉൾപ്പെട്ടിരിക്കുന്ന ഇന്ത്യയിലെ പ്രദേശമാണ് പശ്ചിമഘട്ടം. അടുത്ത അന്താരാഷ്ട്ര സംഘടനയാണ് ഗ്രീൻ പീസ്. പരിസ്ഥിതി സംരക്ഷണം മുൻനിർത്തി 1971 കാനഡയിൽ ആരംഭിച്ച പ്രസ്ഥാനമാണിത്. ആംസ്റ്റർഡാമാണ് നിലവിലെ ആസ്ഥാനം. അന്തരീക്ഷത്തിലെയും ഭൂഗർഭത്തിലെയും ആണവ പരീക്ഷണങ്ങൾ നിർത്തലാക്കുകയായിരുന്നു ആരംഭ ലക്ഷ്യം. പരിസ്ഥിതി കമാൻഡോസ് എന്നും ഈ സംഘടന അറിയപ്പെടുന്നു. നിലവിലെ ഗ്രീൻ പീസിൻ്റെ എക്സിക്യൂട്ടീവ് ഡയറക്ടർ മാറ്റ്സ് ക്രിസ്റ്റി. അടുത്ത അന്താരാഷ്ട്ര സംഘടനയാണ് ഗ്രീൻ ബെൽറ്റ് പ്രസ്ഥാനം. പരിസ്ഥിതി സംരക്ഷണം മുൻനിർത്തി 1977 വങ്കാരി മാതായുടെ നേതൃത്വത്തിൽ കെനിയയിൽ രൂപം കൊണ്ട സംഘടനയാണ് ഗ്രീൻ ബെൽറ്റ് പ്രസ്ഥാനം. വനനശീകരണം തടയുക, ചെടികൾ വെച്ചുപിടിപ്പിക്കുന്നതിൻ്റെ ആവശ്യകത ജനങ്ങളെ ബോധ്യപ്പെടുത്തുക എന്നിവയാണ് ഇതിൻ്റെ പ്രധാന ലക്ഷ്യങ്ങൾ. 2004 സമാധാനത്തിനുള്ള നൊബേൽ സമ്മാനം ലഭിച്ച പരിസ്ഥിതി പ്രവർത്തകയാണ് വങ്കാരി മാതായ്. അടുത്ത അന്താരാഷ്ട്ര സംഘടനയാണ് ഗ്രീൻ ക്രോസ് ഇൻ്റർനാഷണൽ. ഗ്രീൻ ക്രോസ് ഇൻ്റർനാഷണലിലെ ആസ്ഥാനം വരുന്നത് ജനീവ. സ്ഥാപിതമായത് 1993. സ്ഥാപകൻ മിഖായിൽ ഗോർബച്ചേവ്.